തൊഴുത്തിൽ പിറന്ന. അമ്മേ, ആ പഴയ പാട്ടൊന്നും നിർത്തിക്കൂടെ? ഈ പുതിയ പാട്ടിന്റെ ബീറ്റ് ഒന്ന് കെട്ടിയൊക്കെ. ഇതാണ് ഇപ്പൊ ട്രെൻഡ്. ബീറ്റ് മാറുന്നുണ്ടാവും മെസ്ട്രോണെ, പക്ഷെ നമ്മൾ എന്തിനാ പാടുന്നേന്നുള്ള കാര്യം മാറുന്നില്ലല്ലോ. ഈ കോഫി പോലെയാണ് എസ്ട്രോണെ, കപ്പ് മാറാം പക്ഷെ ടേസ്റ്റ് നമ്മൾ മാറുന്നില്ലല്ലോ. പക്ഷെ അമ്മ, പണ്ടത്തെ പോലെ ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇപ്പൊ ശ്രദ്ധ കിട്ടണില്ല. വാട്സപ്പിൽ ഒരു ലോഡ് മെസ്സേജുകൾ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോഡ് സ്റ്റോറീസ്. അമ്മയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. സത്യം പറഞ്ഞ മക്കളെ, നിങ്ങളുടെ കാലത്താണ് പ്രാർത്ഥിക്കാൻ കൂടുതൽ ധൈര്യം വേണ്ടത്. നിങ്ങളുടെ ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തില് ദൈവമേ ഒന്നൊന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര മനക്കരുത്ത് തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ ഈ സ്മാർട്ട് വേൾഡിൽ അമ്മയെ പോലെ എങ്ങനെയാ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? പ്രാർത്ഥന എന്നാൽ ലോകത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നല്ല അർത്ഥം. ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഫോർ ദ വേൾഡ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, പക്ഷെ അതിന്റെ അടിമയാവരുത്. ആ മെസ്സേജുകൾക്കിടയിലും നിന്റെ ഉള്ളില് ഈശോയ്ക്ക് വേണ്ടി ഒരു സൈലൻസ് ഉണ്ടാവണം. ആ പവർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അമ്മക്കൊക്കെ ഇത് പറയാൻ എളുപ്പം, പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് എടുക്കാം? അത് പ്രാക്ടിക്കലാക്കാൻ ഇങ്ങോട്ട് വഴിയുണ്ട്, ഞാനിപ്പോ വരാം. അതെന്തൊരു വഴിയാടാ? ഇതൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആയി കണ്ടാ മതി. അതെന്തിട്ട് ഗിഫ്റ്റാ? ഇതിലുണ്ട് എന്റെ ലൈഫിന്റെ പാസ്വേഡ്. ഹെസ്രോണെ കുഞ്ഞാ, ഇതാണ് എനിക്ക് സൂപ്പർ പവർ തരുന്നത്. നിങ്ങളുടെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർക്ക് ഉത്തരം നൽകേണ്ടത് നിങ്ങളാണ്. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരണം. അമ്മേ, ഞങ്ങൾ ഈ വിശ്വാസം ഞങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിൽ ബോൾഡായിട്ട് പ്രൊക്ലൈം ചെയ്യും. ന്യൂസിനാകാനും അതിന്റെ ഒപ്പം വിശ്വാസമാകാനും ഞങ്ങൾക്ക് കഴിയും. യെസ് അമ്മ, ഈ ക്രിസ്മസിലെ എന്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ അമ്മയുടെ സീക്രട്ട് പവറിനെ കുറിച്ചായിരിക്കും. അതാണ് എനിക്കും വേണ്ടത്. ലോകം നിങ്ങളെ കാണുമ്പോൾ അവരിലും ആ സ്നേഹവും കരുണയും നിറയണം. വിശ്വാസം ഒരു പഴയ പുസ്തകമല്ല, അത് മക്കൾക്ക് കൈമാറേണ്ട ഊർജമാണ്. അവർ പുതിയ ലോകത്തെ കീഴടക്കട്ടെ, പക്ഷെ അവരുടെ വേരുകളെന്നും അവനിൽ ഉറച്ചു നിൽക്കട്ടെ.